2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഋഷഭ് പന്തിനെയും ഉൾപ്പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ട് വരുന്നു. വിരാട് കോഹ്ലിയും ടീമിലുണ്ടാകും. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ഈദ് മുബാറക്. അനിൽ വാസുദേവ്, പറയൂ വിവരങ്ങൾ. കായിക ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം, മലയാളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയായിരിക്കുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു സംശയം വരുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഋഷഭ് പന്തിനെ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇത് മലയാളി ആരാധകരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, സഞ്ജുവിന് ഏതെങ്കിലും തരത്തിൽ ഋഷഭ് പന്തിൻ്റെ വരവ് തടസ്സമുണ്ടാക്കുമോ, ലോകകപ്പ് ടീമിലേക്ക് സഞ്ജുവിനെ വീണ്ടും പുറത്താക്കാൻ വല്ല കാരണമാകുമോ എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ച പുരോഗമിക്കുന്നത്. ഋഷഭ് പന്ത് അടുത്തിടെയാണ് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ഡിസംബറിൽ ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടമാകുന്ന തരത്തിലുള്ള ഒരു അപകടമായിരുന്നു. അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട അദ്ദേഹം വളരെ ഗംഭീരമായി തിരിച്ചു വരികയായിരുന്നു. IPL വന്നപ്പോൾ 2 അർദ്ധ സെഞ്ചുറിയോടെ അദ്ദേഹത്തിൻ്റെ ഫോമിന് അല്ലെങ്കിൽ ക്ലാസ്സിന് ഒരു കുറവുമില്ലെന്ന് വ്യക്തമാക്കി കളിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് സെലക്ടർമാർ വരുന്ന 2020 ലോകകപ്പിന് ഋഷഭ് പന്തിനെ പരിഗണിച്ചേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് സാധ്യതകൾ മുന്നിലെത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഞ്ജുവിനായിരുന്നു ഇതുവരെ മുൻതൂക്കമുണ്ടായിരുന്നത്. സഞ്ജു ഈ സീസണിൽ ആദ്യ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടി. പിന്നാലെ കഴിഞ്ഞ മത്സരത്തിൽ RCBക്കെതിരെയും ഒരു വളരെ മികച്ച ഇന്നിങ്സും അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കി. ഇപ്പോൾ സഞ്ജുവിനെ പിന്തള്ളി ഋഷഭ് പന്ത് 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മലയാളി ആരാധകരെ, അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ സഞ്ജുവിനെ 2ാം വിക്കറ്റ് കീപ്പറായിട്ടെങ്കിലും ടീമിലേക്ക് പിടിക്കാൻ പറ്റുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഈ ഒരു വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തിനായി KL രാഹുൽ, ഇഷാൻ കിഷൻ, ജിതേഷ് ശർമ്മ എന്നിവർ കൂടി മത്സര രംഗത്തുണ്ട്. മുൻകാലങ്ങളിലൊക്കെ തന്നെ സഞ്ജുവിനെ തഴയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ലോകകപ്പിനും ഏഷ്യ കപ്പിനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. സഞ്ജുവിന് വീണ്ടും തിരിച്ചടിയാവുമോ ഈ ഋഷഭ് പന്തിൻ്റെ വരവ് എന്നാണ് നോക്കുന്നത്. മറ്റൊരു കാര്യം, വിരാട് കോഹ്ലിയെ ടീമിൽ എടുത്തേക്കും എന്നുള്ളതാണ്. നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു വിരാടിനെ പുറത്താക്കണം എന്ന തരത്തിലൊക്കെ തന്നെ. മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ ഇക്കാര്യം കോഹ്ലിയോട് തന്നെ സൂചിപ്പിച്ചു എന്ന തരത്തിലൊക്കെ തന്നെ വാർത്ത വന്നിരുന്നു. പക്ഷേ വിരാടും ഉഗ്രൻ ഫോമിലാണ്. ഈ IPL ഇപ്പോൾ ടോപ്പ് സ്കോറർ അദ്ദേഹമാണ്. ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹത്തിന് സ്വന്തമാണ്. അപ്പോൾ വിരാട് കോഹ്ലിയെ മാറ്റി നിർത്തുന്നത് വലിയ തിരിച്ചടിയാവും. ഒരുപക്ഷെ ലോകകപ്പിൽ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നേരിട്ടാൽ ഏറ്റവും ഉത്തരം പറയേണ്ടത് കോഹ്ലിയെ പുറത്തിരുത്തിയതിനായിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ കോഹ്ലിയെയും ഉൾപ്പെടുത്തിയേക്കും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. SK. ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.